ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി ക്യാൻ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ ഒരു ഭാഗം കൂടെ ഉള്ളൂ യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മുടെ കുറച്ച് റൂളുകൾ പഠിക്കാനുണ്ട്. CMVR റൂള്, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ കുറച്ച് നിയമങ്ങൾ, പിന്നെ KMVRലെ കുറച്ച് നിയമങ്ങളുമാണ് ഈ മൊഡ്യൂളിൽ ഇനി വരുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇനി ഈ ഒരു ക്ലാസ് കൂടെ ഉള്ളൂ ഈ മൊഡ്യൂളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി അടുത്ത മൊഡ്യൂളിൽ നിന്നും ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി ഫുൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ക്ലാസ്സസ് നമ്മളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫുൾ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഒക്കെ നമ്പർ പിൻ ചെയ്തിരിക്കാം. അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്, അതുകൊണ്ട് എപ്പം ജോയിൻ ചെയ്താലും ഈ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്താന്ന് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ 2 അതിനകത്ത് പറയുന്ന കുറച്ച് ഡെഫിനിഷനാണ് അതിനകത്ത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ കുറച്ച് വാഹനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, വാഹനങ്ങളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ. GVW അനുസരിച്ച് നമ്മൾ പഠിച്ചായിരുന്നല്ലേ. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്താണെന്ന് പഠിച്ചായിരുന്നു. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് GVW എന്താണെന്ന് പഠിച്ചായിരുന്നു. അതനുസരിച്ച് വാഹനങ്ങളെ ഹെവി വാഹനങ്ങളെന്നും മീഡിയം വാഹനങ്ങളും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നൊക്കെ തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ചാണ്. MVA മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ചായിരുന്നു. അതേപോലെ ഇനി നമ്മളെ ഈ വാഹനങ്ങളെ നമ്മുടെ CMVR റൂൾ അനുസരിച്ച് വാഹനങ്ങളെ തരം തിരിച്ചിട്ടുണ്ട്. ആ തരംതിരിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. CMVR റൂൾ അനുസരിച്ച് വാഹനങ്ങളെ പ്രധാനമായിട്ടും CMVR റൂൾ അനുസരിച്ച് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് M കാറ്റഗറി വാഹനങ്ങൾ, രണ്ടെന്ന് പറയുന്നത് N കാറ്റഗറി വാഹനങ്ങൾ, മൂന്നെന്ന് പറയുന്നത് T കാറ്റഗറി വാഹനങ്ങൾ. മൂന്നായിട്ട് CMVR റൂൾ അനുസരിച്ച് വാഹനങ്ങളെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? മൊത്തം വാഹനങ്ങളെ മൂന്നായിട്ട്: M കാറ്റഗറി വാഹനങ്ങൾ, N കാറ്റഗറി വാഹനങ്ങൾ, T കാറ്റഗറി വാഹനങ്ങൾ. ഓക്കെ, അതിവിടെ എഴുതിയിട്ടുണ്ട്. M കാറ്റഗറി വാഹനങ്ങൾ, N കാറ്റഗറി വാഹനങ്ങൾ, T കാറ്റഗറി വാഹനങ്ങൾ. അതേപോലെ തന്നെ ഈ ഓരോന്നിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എമ്മിനകത്ത് തന്നെ പലതരത്തിലുള്ള വരുന്നുണ്ട്. M1, M2, M3, അതേപോലെ N1, N2, N3. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് കഴിഞ്ഞ ഫോറസ്റ്റ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ എല്ലാത്തിനും ചോദിച്ചിരുന്നു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരുന്ന. ഇപ്പൊ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഇത് പഠിച്ചു പോകാനേ ഉള്ളൂ. ഓർത്തു വെക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബേസ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു CMVR അനുസരിച്ച് മൂന്നായിട്ട്: M, N, T. അപ്പൊ ഈ നമ്മുടെ ഒരു ഓപ്ഷനിലോ അല്ലെങ്കിൽ ചോദ്യത്തിലോ ഈ ഓരോ കാറ്റഗറി കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം M എന്ന് പറഞ്ഞാൽ എന്താണ്. M എന്നുള്ള ഒരു കാറ്റഗറി കാണുമ്പോഴേ ഓർക്കുക അത് യാത്രക്കാരെ കയറ്റാനായിട്ടുള്ള വാഹനങ്ങളാണ്. M മാൻ എന്ന് ഓർക്കുക. മാൻ മനുഷ്യർ എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് M മാൻ, യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ. പിന്നെ N എന്ന് പറയുന്നത് ചരക്ക് വാഹനങ്ങളാണ്. N എന്ന് പറയുന്നത് എന്താണ്? ചരക്ക് വാഹനങ്ങൾ. N എന്ന് പറയുന്നത് ചരക്ക് വാഹനങ്ങൾ. T എന്ന് എവിടെ കണ്ടാലും അതെന്താണ്? T ഫോർ ട്രെയിലർ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളെയാണ് T കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. M എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ മാൻ എന്ന് ഓർക്കുക. T എന്ന് പറയുമ്പോഴേ ട്രെയിലർ ആണെന്നറിയാം. N എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ചരക്ക് കയറ്റുന്ന വാഹനങ്ങളായിരിക്കും. ഓക്കെ, യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങളാണ് M കാറ്റഗറി വാഹനങ്ങൾക്ക് മിനിമം 4 ചക്രമുള്ള വാഹനങ്ങളായിരിക്കും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, M എന്ന് പറയുമ്പോഴേ യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ടാണ് ഈ വാഹനം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെ വീണ്ടും 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. M1, M2, M2G, M3, M3G. ഓക്കെ, അപ്പം നമുക്കതിനകത്ത് ഓരോ കാറ്റഗറിയും പഠിക്കാം. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത, M എന്ന് കണ്ടു കഴിയുമ്പോഴേ ഓർക്കും അത് യാത്രക്കാരെ കയറ്റുന്ന വാഹനം. M1 എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഡ്രൈവർ സീറ്റിന് പുറമെ ഡ്രൈവർക്ക് ഒരു സീറ്റ് ഉണ്ട്. ഒരു വണ്ടിയാണ്, ആ വണ്ടിക്ക് ഡ്രൈവറിന് ഒരു സീറ്റ് ഉണ്ട്. ആ സീറ്റ് കൂടാതെ 8 സീറ്റുകൾ, മാക്സിമം 8 സീറ്റുകളിൽ കൂടാതെയുള്ള യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളാണ് M1 കാറ്റഗറി വരുന്നത്. ക്ലിയർ ആയല്ലോ? M1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാഹനത്തിലെ ഡ്രൈവർ സീറ്റ് കൂടാതെ 8 സീറ്റിൽ താഴെയുള്ള വാഹനങ്ങൾ, അതായത് 4 സീറ്റർ കാറുകൾ അതേപോലെയുള്ള വാഹനങ്ങളൊക്കെയാണ്. 4 സീറ്റർ 7 സീറ്റർ ഒക്കെ ഇതിനകത്ത് വരും അല്ലേ. ഡ്രൈവറുടെ സീറ്റ് കൂടാതെ 8 സീറ്റിൽ കൂടാത്ത യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളാണ്
എം കാറ്റഗറി M1 കാറ്റഗറി വാഹനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ആൾക്കാരെ കയറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ 4 സീറ്റർ വണ്ടിയിൽ 5, 6, 7 പേരൊക്കെ പോകും. അതല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നമ്മൾ പഠിച്ചായിരുന്നല്ല, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ തിരിച്ചിട്ടാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് RC എത്ര പരമാവധി ഒരു വാഹനത്തെ എത്ര പേര് കയറാവുന്നുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 8 ഡ്രൈവർ സീറ്റ് കൂടാതെ 8 സീറ്റുകളിൽ കൂടാതെ കയറ്റുന്നതാണ് M1 വിഭാഗത്തിൽപ്പെട്ട വാഹനം. M2 വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ M2 എന്ന് പറഞ്ഞാൽ M ആയതുകൊണ്ട് യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങളാണ്. ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ 8 വരെയുള്ളത് M1 വന്നു. 9 അതിലധികമോ ആളുകളെ കയറ്റാൻ കഴിയുന്ന വാഹനങ്ങളെ M2 എന്ന് വിളിക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വാഹനത്തിന്റെ GVW നമ്മൾ പഠിച്ചതാണ്, മൊത്ത വാഹന ഭാരം. GVW 5 ടണ്ണിൽ കൂടാൻ പാടില്ല. 8 ഡ്രൈവർ കൂടാതെ 8 പേരിലധികം ആൾക്കാരെ കയറ്റണം. പക്ഷെ എന്താണ്, ഈ പറയുന്ന GVW 5 ടണ്ണിൽ കൂടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വാഹനങ്ങളെ M2 എന്ന് പറയും. പിന്നെ അടുത്തത് M3 വിഭാഗം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത M2G. നമ്മൾ ഓർക്കുക, M എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ കയറ്റുന്നത്, N എന്ന് പറഞ്ഞാൽ ചരക്ക് കയറ്റുന്നത്, T എന്ന് പറഞ്ഞാൽ ട്രെയിലർ. അതേപോലെ ഈ എമ്മിന്റെ കാറ്റഗറിയിലൂടെ G കാണാം. G എവിടെ കണ്ടാലും നമ്മൾ ഓർക്കുക ഓഫ് റോഡ് വാഹനങ്ങൾ. G എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് വാഹനങ്ങൾ. അതിനെ നമ്മൾ ക്രോസ് കൺട്രി വെഹിക്കിൾ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒന്നെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങൾ എന്ന് കാണും, അല്ലെങ്കിൽ ക്രോസ് കൺട്രി വെഹിക്കിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഓഫ് റോഡ് വാഹനങ്ങൾ അതായത് നമുക്ക് ഒരു രാജ്യത്തെ ഏത് സന്ദർഭത്തിലും ഓടിക്കാൻ പറ്റുന്ന കയറ്റ ആയിക്കോട്ടെ, 2x2 4x4 ഇതുള്ളത്, അതേപോലെ തന്നെ ആക്സിലുകൾ ഉയർന്നത്, ഈ ഒരു വേറെ സ്ഥലത്തൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും അറിയാലോ, ഓഫ് റോഡ് വാഹനങ്ങൾ. അങ്ങനെയുള്ള വാഹനങ്ങളെയാണ് G എന്ന് പറയുന്നത്. അപ്പൊ M2G എന്ന് പറഞ്ഞാൽ M2 വിഭാഗത്തിൽപ്പെട്ട ഓഫ് റോഡ് വാഹനങ്ങൾ. M2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിപ്പം പഠിച്ചു. 9 ഡ്രൈവർ സീറ്റ് കൂടാതെ 9 അതിലധികമോ ആളുകളെ കയറ്റാൻ പറ്റുന്നതും GVW 5 ടണ്ണിൽ കുറഞ്ഞതുമായിട്ടുള്ള വാഹനം. അങ്ങനെയുള്ള ഒരു വാഹനം അത് ഓഫ് റോഡ് വാഹനമാണെങ്കിൽ അതിനെ M2G, അല്ലെ ക്രോസ് കൺട്രി വെഹിക്കിൾ ആണെങ്കിൽ അതിനെ M2G എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത് M3 വാഹനങ്ങൾ എന്താണ്? M3 വാഹനം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് കൂടാതെ 9 അതിലധികമോ ആൾക്കാരെ കാണണം, കയറ്റാനായിട്ട് പറ്റും. അത് കൂടാതെ എന്താണ്, 5 ടണ്ണിൽ കൂടുതലായിരിക്കണം. 5 ടണ്ണിൽ താഴെയാണ് 9 പേരെ കയറ്റാൻ പറ്റുന്നു. 5 ടണ്ണിൽ താഴെയുള്ളതുമായത് M2 കാറ്റഗറി പോകും. 5 ടണ്ണിൽ കൂടിയവ എവിടെ വരും? M3 കാറ്റഗറിയിൽ വരും. M3 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിൽ കൂടുതലോ ആളുകളെ കയറ്റാനായിട്ട് പറ്റണം. 5 ടണ്ണിൽ കൂടിയ ഭാരമായിരിക്കണം അതേ കയറ്റാൻ പറ്റുന്നത്. മിനിമം 5 ടണ്ണിൽ കൂടുതൽ, മൊത്ത വാഹന ഭാരം എന്ന് പറഞ്ഞാൽ 5 ടണ്ണിൽ കൂടുതൽ അതായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് M2G എന്ന് പറഞ്ഞാൽ എന്താണ്? G എന്ന് പറഞ്ഞാൽ ട്രെയിലർ ആണ്. M3G G എന്ന് പറഞ്ഞാൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതാണ്? G എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് വാഹനങ്ങളാണ്. അപ്പൊ M3 വിഭാഗത്തിൽപ്പെട്ട ഓഫ് റോഡ് വാഹനങ്ങളെയാണ് M3G എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. M എന്ന് വെച്ചാൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, M1 എന്ന് വെച്ചാൽ ഡ്രൈവർ കൂടാതെ 8 കൂടുതൽ ആളുകളെ കയറ്റാൻ, ഡ്രൈവർ സീറ്റിന് പുറമെ 8 കൂടുതൽ ആൾക്കാരെ കയറ്റാൻ പറ്റാത്ത വാഹനങ്ങളെ M1 എന്ന് പറയും. ഇനി അടുത്തത് M2 എന്ന് പറഞ്ഞാൽ 9 സീറ്റോ അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടാകും. പക്ഷെ എന്താണ്, 5 ടണ്ണിൽ GVW എന്ന് പറയുന്നത് 5 ടണ്ണിൽ താഴെ ആയിരിക്കണം. 9 അതിൽ കൂടുതൽ ആളുകളെ കയറ്റുന്ന GVW 5 ടണ്ണിൽ കൂടുതലുള്ളതിനെ M3 കാറ്റഗറി എന്ന് പറയും. ഇനി G എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറി, M2G എന്ന് പറഞ്ഞാൽ M2 വിഭാഗത്തിൽപ്പെട്ട ഓഫ് റോഡ് വാഹനങ്ങൾ. M3G എന്ന് വെച്ചാൽ M3 വിഭാഗത്തിൽപ്പെട്ട ഓഫ് റോഡ് വാഹനങ്ങൾ. ഇനി N കാറ്റഗറി നമ്മൾ പഠിച്ചു. എന്താണ് N കാറ്റഗറി എന്ന് പറഞ്ഞാൽ? ചരക്ക് വാഹനങ്ങൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്നൊക്കെ പറയാവുന്ന ഗുഡ്സ് വെഹിക്കിൾ, ആൾക്കാരെ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയാവുന്നതാണ് N കാറ്റഗറി വാഹനങ്ങൾ. അപ്പൊ N കാറ്റഗറി വാഹനം എന്നാൽ 4 ചക്രത്തിൽ കുറയാത്തതും, എമ്മിനും മിനിമം 4 ചക്രം വേണം. അപ്പം ബൈക്കൊക്കെ ഇതിനകത്ത് വരും? ഇല്ല, യാത്രക്കാരെ പോണ വണ്ടിയല്ല. ഒരു യാത്രക്കാരനും ഒരു ഓടിക്കുന്ന ആൾക്കും പോകാവുന്ന വാഹനമാണ് ബൈക്ക്. പക്ഷെ M കാറ്റഗറി വരുന്നുണ്ടോ? ഇല്ല, കാരണം മിനിമം എമ്മിന് 4 വീലുള്ള വാഹനങ്ങളെയാണ് M കാറ്റഗറി. മിനിമം 4 കൂടാം. ഓക്കെ, അപ്പൊ N കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. 4 ചക്രത്തിൽ കുറയാത്തതും ചരക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ഇത് കൂടാതെ ചരക്കിന് പുറമെ നിശ്ചിത അളവ് ആളുകളെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ക്യാബിനിൽ എഴുതി അത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പറഞ്ഞിരിക്കുന്നത് കാണും, അതിനകത്ത് ഇത്ര പേരെ കയറ്റാന്ന്. അപ്പൊ അതിന്റെ അനുസരിച്ച് ആളുകളെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പറഞ്ഞാല് പർപ്പസ് എന്ന് വെച്ചാൽ ചരക്ക് വാഹനമാണ്, ഗുഡ്സ് വാഹനം കാറ്റഗറി വരും. പക്ഷെ നിബന്ധനകൾക്ക് വിധേയമായി അതിനകത്ത് ആളുകളെയും കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അതിനെ ഇനി N1 N2 N3 എന്ന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്.
N1 എന്ന് പറഞ്ഞാൽ അതിന്റെ GVW മൊത്ത വാഹന ഭാരം 3500 കിലോയിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങൾ N1, 3500 കിലോയ്ക്കും അല്ലെ 3.5 ടണ്ണിനും 12000 കിലോയ്ക്കും 12 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങളാണെങ്കിൽ അത് N2 കാറ്റഗറി വരും. N3 കാറ്റഗറി എന്ന് പറയുമ്പോൾ 12 ടണ്ണിൽ കൂടിയവ. കഴിഞ്ഞ തവണ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹെവി ലൈറ്റ് അത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു വെയിറ്റിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് കൂടുതൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ 3500 കിലോയിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങൾ. അപ്പൊ 3500 എവിടെയാ വരുന്നത്? N1 വരുന്നത്? അല്ല, N2 3500ഉം 12000ഉം വരുന്നത് N2 അപ്പം 12000 വരുന്നത് N2 അപ്പം 12000 കഴിഞ്ഞിട്ടുള്ള അളവുകളാണ്, തൂക്കങ്ങളാണ് N3 വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു ഫിഗർ കൂടെ കാണാം. അപ്പൊ M1 എന്ന് പറഞ്ഞാൽ M കാറ്റഗറി എന്ന് വെച്ചാൽ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ. അത് കണ്ടോ, കാറ്, ട്രാവലർ, ബസ്, 3 ആൾക്കാരെ കയറ്റുന്ന വാഹനങ്ങളല്ലേ. M1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം സീറ്റ് കപ്പാസിറ്റി, ഡ്രൈവറെ കൂടാതെ 8 പേര്, ഇവർ മാക്സിമം ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 9 പേരെ കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളാണ്. 4 ചക്രമുണ്ട്. ഇനി 9 ചക്രത്തിൽ കൂടുതലുള്ളതും 5 ടണ്ണിൽ കുറഞ്ഞതുമായിട്ടുള്ളത്, അപ്പൊ ഈ കാറ്റഗറിയാണ് വരുന്നത്, ട്രാവലർ പോലത്തെ കാറ്റഗറികൾ. ഇനി അടുത്തത് 5 ടണ്ണിൽ കൂടുതലും 9 സീറ്റ് കൂടുതലും ഉള്ളത് ഏത് വരും? M3 കാറ്റഗറി വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 9 കൊടുത്തിരിക്കുന്നത്, അവിടെ നമ്മൾ 8 എന്ന് പറയാൻ കാരണം ഡ്രൈവർ സീറ്റ് കൂടാതെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഫുള്ള് ഡ്രൈവർ ഉൾപ്പെടെയാണ് 9 വരുന്നത്. ഇനി N കാറ്റഗറി വരുമ്പം പിക്കപ്പ്, ലോഡ് കയറ്റുന്നതാണ്. ഇതേ ലോറി, ടോറസ്, ഇതെല്ലാം എന്താണ്? ലോഡ് കയറ്റുന്ന വാഹനങ്ങളാണ്. അപ്പൊ ആദ്യത്തെ പറഞ്ഞു GVW 3500 കിലോയിൽ താഴെയുള്ളത് പിക്കപ്പ് ഒക്കെ വരും. 3500 കിലോയ്ക്കും 12000നും ഇടയിലുള്ളത് ഈ ഒരു മീഡിയം ടൈപ്പ് ടിപ്പറുകൾ വരും. ഇനി അടുത്തത് 12 ടണ്ണിൽ കൂടിയവ എന്ത് വരും? ഇതേപോലെ ടോറസ് പോലെയുള്ള ഹെവി വാഹനങ്ങൾ അതിനകത്ത് വരും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫിഗർ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കിട്ടുമെന്ന്. ഇനി അടുത്ത ടി എന്ന് പറഞ്ഞാൽ ട്രെയിലർ. നമ്മളിപ്പം ഒരു സെക്ഷൻ കഴിഞ്ഞ തവണ പഠിച്ചായിരുന്നു അല്ലെ, അഗ്രികൾച്ചർ അല്ല, കഴിഞ്ഞ തവണയല്ല, നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ അല്ല, കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ 2.2 സെക്ഷൻ 2.2 പഠിച്ചായിരുന്നു അല്ലെ. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണ്? ഒരു സെമി ട്രെയിലർ ഘടിപ്പിച്ച വാഹനം. അപ്പോൾ ഓർക്കുക, ഒരു വാഹനം നമ്മളന്ന് കാണിച്ചായിരുന്നു, ലോറിയുടെ പുറകിൽ ഒരു പിവറ്റഡ് ജോയിന്റഡ് ആയിട്ടുള്ള സെമി ട്രെയിലർ. ഈ ഘടിപ്പിച്ചിട്ടുള്ള വാഹനത്തിനെയാണ് ട്രെയിലർ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ പറഞ്ഞാൽ ട്രെയിലർ തന്നെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ഈ ഒരു ടി കാറ്റഗറി വാഹനത്തിൽ പറയുന്നത്. ടി കാറ്റഗറി വാഹനങ്ങൾ എന്നാൽ ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളെ സൂചിപ്പിക്കുന്നു. ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങളെയാണ് ടി കാറ്റഗറി എന്ന് പറയുന്നത്. അതിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്: T1, T2, T3, T4. അപ്പം T1 എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി ഭാരം 750 കിലോയിൽ കൂടാത്ത ടി കാറ്റഗറി വാഹനങ്ങളാണ്. പരമാവധി വാഹനഭാരം GVW, ഒരു ട്രെയിലറിന്റെ GVW എന്ന് പറയുന്നത് 750 കിലോ അല്ലെങ്കിൽ 0.75 ടൺ എന്നും പറയാം. 750 കിലോ അല്ലെങ്കിൽ 0.5 ടണ്ണിലും താഴെയാണെങ്കിൽ അത് T1 വരും. 750 കിലോയ്ക്കും 3.5 ടണ്ണിനും ഇടയിലുള്ള വാഹനങ്ങളെ എന്ത് പറയും? T2 എന്ന് പറയും. 3.5 ടണ്ണിനും 10 ടണ്ണിനും ഇടയിലുള്ളതിനെ T3 എന്ന് പറയും. 10 ടണ്ണിലധികം ഉള്ളതിനെ T4 എന്ന് പറയും. കാറ്റഗറി ശ്രദ്ധിക്കുക. ആദ്യത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നോക്കി മനസ്സിലാക്കി ആൻസറുകൾ എഴുതുക, അല്ലെ തെറ്റുപറ്റും. അപ്പം 750 എന്ന് പറയുന്നത് എവിടെയാണ്? 750 കിലോ ഉള്ള ഒരു വാഹനം ഏത് കാറ്റഗറി വരുന്നു? ഒരു അഗ്രികൾച്ചർ ട്രെയിലർ, അതിന് 750 കിലോയാണ് ഭാരം എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ കൊടുക്കും. T1 എടുത്ത് കൊടുക്കൂല 750. നമ്മളിവിടെ 750 പഠിച്ചിരിക്കുന്നത് T1 പക്ഷെ ഓർത്തോണം 750 കിലോയിൽ കൂടാത്ത, അപ്പൊ 750 കിലോ ആകരുത്. അങ്ങനെ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയപ്പം T1, T2, T3, T4 4 കാറ്റഗറി ആയിട്ട് അതിന് തിരിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് CMVRലെ തന്നെ കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. 2C CMVR 2C. 2 എന്ന് പറയുമ്പോഴേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡെഫിനിഷനാണ്. CMVRനകത്തെ ഡെഫിനിഷനാണ് 2D വരുന്നത്. 2C എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ട്രെയിലറുകളെ കുറിച്ച് പരാമർശിക്കുന്നു. അഗ്രികൾച്ചർ ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല, ട്രാക്ടറിന്റെ പുറകിൽ ഈ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇതേപോലെയുള്ള ഈ ഒരു കാരിയർ കണക്ട് ചെയ്തിട്ട് പച്ചക്കറിയും അതേപോലെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെയുള്ള വാഹനങ്ങളാണ്
അഗ്രികൾച്ചർ ട്രെയിലറുകൾ എന്ന് പറയുന്നത് കേട്ടോ. അഗ്രികൾച്ചർ ട്രെയിലറുകൾ, അതായത് അഗ്രികൾച്ചർ ട്രെയിലറുകളെ കുറിച്ച് പരാമർശിക്കുന്ന CMVR റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 2C ആണ്. 2C ആണ്. അടുത്തത് 2I. 2I എന്ന് പറഞ്ഞാൽ അടുത്ത റൂളാണ് 2I. CMVR റൂള് 2I എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നു? L1 കാറ്റഗറി വാഹനങ്ങൾ. ഇതൊരു വാഹനത്തിന്റെ നമ്മൾ പറഞ്ഞത് കൂടാതെ ഉള്ള ഒരു തരംതിരമാണ് L1. നമ്മൾ 3 കാറ്റഗറി അടിച്ചു, M, N, T. അപ്പൊ ഈ ഒരു 3 കാറ്റഗറിക്കകത്തും നമ്മുടെ ബൈക്കുകൾ വന്നിട്ടില്ല അല്ലെ. ഇതാണെങ്കിലും 4 വീലാണ്. ഇത് രണ്ടും, ഇത് ചരക്ക് വാഹനം, ഇത് ട്രെയിലറുമാണ്. യാത്രക്കാർ പോകണ വാഹനം M ആണ്. അതിന് മിനിമം 4 വീല. അപ്പൊ ഈ ബൈക്ക് ഒന്നും വരത്തില്ല. അപ്പൊ ആ ബൈക്കിനൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് L കാറ്റഗറി എന്ന് പറയുന്നത്. L കാറ്റഗറി, അതിനെ തന്നെ L1 എന്ന് പറയുന്നുണ്ട്. ആ L1 ആണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരമാവധി വേഗത 70 കിലോമീറ്ററിൽ കൂടാത്തതും എൻജിൻ കപ്പാസിറ്റി 50 cc കൂടാത്തതുമായിട്ടുള്ള മോട്ടോർ വാഹനങ്ങൾ, അതായത് മോട്ടോർ വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ബൈക്ക് പോലെയുള്ള വാഹനങ്ങളെയാണ് നമ്മുടെ L1 കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, L1 കാറ്റഗറി ആദ്യം ഇപ്പൊ ഒരു നമ്മൾ പറയുന്ന മോട്ടോർ വാഹനങ്ങളുടെ കേസ്, ഒരു മോട്ടോർ ബൈക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ആണെങ്കിൽ, നമ്മുടെ പഴയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഈ ഹെവി ഡ്യൂട്ടി പോലത്തെ പഴയ വണ്ടികളുണ്ട്. അതിന്റെ മോഡലിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ. അപ്പൊ അതേപോലെയുള്ള വാഹനങ്ങളാണ്. 50 cc കുറവായിരിക്കും അതിന്റെ എൻജിൻ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 cc കുറവായിരിക്കും. അതിന്റെ മാക്സിമം സ്പീഡ്, ഏറ്റവും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 70 km/h ആയിരിക്കും. അങ്ങനെയുള്ള വാഹനങ്ങളെയാണ് ഈ L1 കാറ്റഗറി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓർക്കുക, സാധാരണ നമുക്കൊരു വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടണമെങ്കിൽ 18 വയസ്സ് വേണം. പക്ഷേ L1 കാറ്റഗറി വാഹനങ്ങൾ ഓടിക്കാനായിട്ട് 16 വയസ്സിൽ ലൈസൻസ് കിട്ടും. 16 വയസ്സ്. കാരണം അത് ഒത്തിരി സ്പീഡ് പോണ വാഹനങ്ങളല്ല, പവർ കുറഞ്ഞ വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ 16 വയസ്സുള്ള പൂർത്തിയായ ഒരാൾക്ക് ഈ L1 കാറ്റഗറി വാഹനം ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് ലഭിക്കുന്നതാണ്. ഇനി അടുത്തത്, ഇതിപ്പം മോട്ടോർ വാഹനമാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇതൊരു ഇലക്ട്രിക് വാഹനമാണെങ്കിൽ 4 കിലോവാട്ടിൽ, 4 ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ മോട്ടോറാണ്. മോട്ടോർ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസിലൊക്കെ അല്ലെ. മോട്ടറിന്റെ പവർ എങ്ങനെയാ പറയുന്നത്? കിലോ വാട്ടിൽ അല്ലെങ്കിൽ KW പറയുന്നത്. അപ്പം ആ മോട്ടറിന്റെ പവർ കിലോ വാട്ടിൽ പറയുമ്പോൾ അത് പരമാവധി മോട്ടോർ പവർ 4 കിലോവാട്ടിൽ മോട്ടോർ പവർ എന്ന് പറയുന്നത് 4 കിലോവാട്ടിൽ കൂടാത്തതായ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങളും L1 കാറ്റഗറി വരും. L1 കാറ്റഗറിയിൽ 2 വാഹനങ്ങൾ വരും, മോട്ടോർ വാഹനങ്ങളും വരും, അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വരും. മോട്ടോർ വാഹനങ്ങളാണ് ശ്രദ്ധിക്കുക, അതിന്റെ എൻജിൻ പവർ എന്ന് പറയുന്നത് 50 cc താഴെയായിരിക്കണം, മാക്സിമം സ്പീഡ് 70 km താഴെയായിരിക്കണം. അതാണ് മോട്ടോർ വാഹനത്തിൽ പറയുന്നത്. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ മോട്ടോർ പവർ എത്രയായിരിക്കണം? 4 കിലോവാട്ടിൽ താഴെയായിരിക്കണം. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ CMVR റൂൾ, പഴയ അത് 1989 ആണല്ലോ CMVR റൂളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഓപ്ഷനിൽ ഇതൊന്നും കണ്ടില്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു CMVR ആണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതായിരിക്കും വരാനായിട്ടുള്ള സാധ്യത. പക്ഷെ ഓർക്കുക, ഇപ്പം പരിവാഹൻ സൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സേവ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് പ്രകാരം ഈ 70 കിലോമീറ്റർ എന്ന് പറയുന്നത് 45 കിലോമീറ്ററും ഈ കിലോ പവർ ഉണ്ടല്ലോ, 4 കിലോവാട്ട് പവർ പറഞ്ഞ്, അത് 0.5 കിലോവാട്ടുമാണ് സൈറ്റിൽ രേഖപ്പെടുത്തിയേക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കറന്റ് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് CMVR റൂൾ 2I ആണ്, അമെൻഡ് ചെയ്തിട്ടില്ല. അതിനകത്ത് ഇപ്പോഴും കിടക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യത ഇത് തന്നെയാണ്, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് Lന്റെ തന്നെ അടുത്ത കാറ്റഗറി പഠിക്കാം, L2 കാറ്റഗറി. L2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കൊന്നും 50 cc താഴെയല്ല അല്ലെ, മിനിമം 90 cc, 96 cc, അതിൽ കൂടുതൽ ഇപ്പം 150, 300 ആ cc വരെയുള്ള വാഹനങ്ങളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള 50 cc കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനങ്ങളെ L2 കാറ്റഗറി പറയാനായിട്ട് പറ്റും. ഇരുചക്ര വാഹനങ്ങളാണ്. അപ്പൊ ഇരുചക്ര വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്കുകളൊക്കെ 50 cc കൂടുതലാണെങ്കിൽ അത് എവിടെ വന്നു? L2 വരും. 50 cc താഴെയാണെങ്കിൽ അത് L1 വരും. ഓക്കെ, ഇനി അടുത്തത് ഒരു CMVR റൂള് 2W എന്ന് പറയുന്നുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, പക്ഷെ ഓർത്തിരിക്കുക, CMVR റൂള് 2W എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓർക്കുക, നാഷണൽ ക്യാപിറ്റൽ റീജിയനെ പറ്റി പ്രതിപാദിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമല്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. അപ്പൊ ഓർക്കുക, CMVR 2W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയനെ പറ്റിയിട്ടാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ രണ്ടാമത്തെ ഭാഗത്ത് CMVR അനുസരിച്ച് വാഹനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇത്രയും ക്ലാസ്സസ്, ഈ 2 ക്ലാസ് ആണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അപ്പം ബാക്കി കോഴ്സ് നമ്മുടെ ഫുൾ സിലബസ് ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്താൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഈ ഒരു ക്ലാസ്സസിന്റെ ഒക്കെ നോട്ട്സ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരും വരെ ബൈ.